മോവാബിയ ദേശത്ത് അനേക ദൈവന്മാരുണ്ടായിരുന്നു, അല്ലെ? ദേവന്മാരുണ്ടായിരുന്നു. എവളൊരു വ്യത്യസ്തയായിരുന്നു. അമേൻ ഹല്ലേലൂയ. അല്ലെ, നമുക്കറിയാം ഓർപ്പയും രൂത്തും. അമേൻ ഹല്ലേലൂയ. നവോമിയുടെ കൂടെ അമേൻ ഹല്ലേലൂയ മരുമക്കളായി കടന്നു വന്നു. അമേൻ. അതിനുശേഷം സ്തോത്രം ഈ മക്കൾ രണ്ടുപേരും മരിച്ചുപോയി. മരുമക്കൾ അമേൻ സ്തോത്രം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ തനിക്ക് അമേൻ മോവാബിയിൽ നിന്ന് തിരിച്ചു വരേണ്ട ഒരു സമയമായപ്പോൾ അമേൻ സ്തോത്രം ഹല്ലേലൂയ ഓർപ്പ എന്ത് ചെയ്തു? അമേൻ ഹല്ലേലൂയ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അവളുടെ ഹല്ലേലൂയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അമേൻ രൂത്ത് അവളോട് എന്ത് ചെയ്തു? പറ്റിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ ഒരു വചനം കിടക്കുന്നിടത്തോളം കാലം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് അവളെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആമേൻ നിന്നോട് ഹല്ലേലൂയ സ്തോത്രം ദൂത് പറയുന്നു. ആമേൻ നിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോട് ആരെങ്കിലും പറ്റി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കുമുണ്ട് ഒരു പ്രതിഫലം. അവർക്കുമുണ്ട് ഒരു പ്രതിഫലം. ആമേൻ. എന്തുകൊണ്ടെന്നാൽ നീ ഞാനും ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാ. ആമേൻ ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയാ. നമ്മളോട് പറ്റി ചേർന്ന് നിന്നാൽ അവർക്കുമുണ്ട് ഒരു പ്രതിഫലം. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ വചനം ഹല്ലേലൂയ അത് മാറ്റമില്ലാത്ത വചനമാ. ആമേൻ ഹല്ലേലൂയ. നിനക്ക് ആരെങ്കിലും ഹല്ലേലൂയ അല്ലേ കർത്താവ് അല്ലേ അങ്ങനെ തന്നെയല്ലേ പറയുന്നേ? ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവനെ അത് ജാതിയെന്ന് ഇന്ന ജാതിയെന്നോ കുലമെന്നോ എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആമേൻ. നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ആമേൻ അവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാ എൻ്റെ ഈ വെളിപ്പാട് എനിക്ക് ഹല്ലേലൂയ കർത്താവ് തുറന്നു തന്നെ. ആമേൻ സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞതല്ല. എറണാകുളത്തുള്ള സതീഷ് എന്ന് പറഞ്ഞ ഭാഷ ഞങ്ങൾ ഒരു റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ആമേൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ദേവദാസ അതിങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എത്രയോ പ്രാവശ്യം വായിച്ചു പോയിട്ടുണ്ട്, ഒന്നോടെ ഒന്ന് ഇരുത്തി ഒന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞു. ആമേൻ. അത് ഇരുത്തി വായിച്ചു കഴിയുമ്പോൾ മക്കളെ ആമേൻ സ്തോത്രം വന്നിട്ടേ. ആമേൻ. ജെനീസിസ് ചാപ്റ്റർ 12 വേഴ്സ് 2. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിനെ അനുഗ്രഹിക്കുക. ഹലോ ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച അബ്രഹാമിനെ ആരനുഗ്രഹിച്ചാലും ആമേൻ ഹല്ലേലൂയ ഞാൻ അനുഗ്രഹിക്കുമെന്ന ദൈവിക ദൂത. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നീ അനുഗ്രഹിക്കപ്പെട്ട ജനമാ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ. എന്നെ അനുഗ്രഹിക്കുന്നവരെ